ഞങ്ങളങ്ങനെ പർവാണിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഡൽഹി വഴി ആഗ്രയ്ക്ക് പുറപ്പെട്ടു. പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും അധികം എടുത്തില്ല. ഡൽഹിക്കടുത്ത് ഞങ്ങൾ ഈസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രസ് വേയിൽ കൂടെ ആഗ്രയിലേക്ക് പോയി. ആഗ്രയിലെത്തിയപ്പോൾ ഏകദേശം വൈകുന്നേരമായിരുന്നു. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് കുറച്ചൊക്കെ നടന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അന്നത്തെ ഒരു ദിവസം അങ്ങനെ പോയി. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം പോയത് താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 20,000-ഓളം വരുന്ന തൊഴിലാളികളാണ് ഈ താജ്മഹൽ പണിതതെന്ന് പറയപ്പെടുന്നു. ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 210 റൂമുകളാണ് ഇതിന് ചുറ്റും ഇവിടെ കാണുന്നത്. ഇതിൽ പണിത വർക്കേഴ്സ് ചിലവർ കുടുംബത്തോടെയും ചിലവർ അല്ലാതെയും ഉണ്ടായിരുന്നു. അതിൽ കുടുംബത്തോടെയുള്ളവർ താമസിച്ച ഇടങ്ങളാണ് ഈ കാണുന്നത്. ഈ മെയിൻ കവാടത്തിൻ്റെ മേലെയുള്ള ചെറിയ ചെറിയ ടവേഴ്സ് കാണാം. ഒരു സൈഡ് 11ഉം മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 11 ഉണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് താജ്മഹൽ പണിതത് 22 വർഷം എടുത്തിട്ടെന്നാണ്. ഈ മേലെ കാണുന്ന സ്പൈഡർ വെബ് പോലെയുള്ള ഡിസൈൻ കാണുന്നില്ലേ, അത് ആക്ച്വലി സീഷൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. സീഷൽസ് ആവുമ്പം ഈ പിന്നെ പെയിന്റ് അടിച്ച പോലെ ഫെയ്ഡ് ആവില്ലല്ലോ. ഈ മെയിൻ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് താജ്മഹൽ കാണാം. അത് നമ്മൾ ഉള്ളിലേക്ക് പോകുന്തോറും അത് താജ്മഹൽ വളരെ ദൂരത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെ ഇവിടുത്തെ ഒരുപാട് ഒപ്റ്റിക്കൽ ഇല്യൂഷൻസും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഭാഗങ്ങളാണ്. 5ാമത്തെ മുഗൾ എംപററായ ഷാജഹാന്റെ കാലത്താണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. പ്രിയപത്നിയായ മുംതാസ് മഹലിന്റെ ഖബർ അടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ മസോളിയം പണിതത്. ഇവിടുത്തെ ഈ ബിൽഡിംഗ് കോംപ്ലക്സ് ഇൻഡോ ഇസ്ലാമിക്കും അതേപോലെ തന്നെ മുഗൾ ആർക്കിടെക്ചറിലാണ് പണിതിരിക്കുന്നത്. ഇതിൽ ഈ മസോളിയം വൈറ്റ് മാർബിളിൽ ചില മാർബിൾസിലൊക്കെ അതിൻ്റെ ഉള്ളിൽ സെമി പ്രീഷ്യസ് സ്റ്റോൺസ് ഒക്കെ ഇൻലേ ചെയ്തിട്ടുണ്ട്. മസോളിയം കംപ്ലീറ്റ് അങ്ങനെയാണ് പണിതതെങ്കിൽ ബാക്കിയുള്ള ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് റെഡ് സാൻഡ് സ്റ്റോൺസിലാണ്. ഇതിൻ്റെ മെയിൻ ആർക്കിടെക്ട് ഉസ്താദ് അഹമ്മദ് ലഹോരി എന്ന ആളായിരുന്നു. അതുപോലെ ആ കാണുന്ന ആ ഒരു ഭാഗത്ത് അവർക്ക് ഈ മാർബിൾ തികയാത്തത് കൊണ്ട് രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവന്ന റെഡ് സ്റ്റോൺസ് ഉപയോഗിച്ചാണ് അത് ഫിനിഷ് ചെയ്തത്. ആ മേലെ കാണുന്ന പിനക്കളില്ലേ, അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്നറിയാവോ? ഓൾമോസ്റ്റ് 10 meters ആണ് അതിൻ്റെ ഹൈറ്റ്. ഇവിടെയുള്ള ഈ 4 മിനാരങ്ങളുടെ ഹൈറ്റ് ഓരോന്നിൻ്റെയും 40 മീറ്ററിലധികമാണ്. 1631 മുംതാസ് മഹൽ മരിക്കുന്നത് മധ്യപ്രദേശിൽ വെച്ചാണ്. തൻ്റെ 14ാമത്തെ പ്രസവത്തിൻ്റെ അനുബന്ധിച്ചാണ് മരണവും. അവിടുന്ന് അടക്കി കുറച്ച് നാൾ കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാണ് 2ാമത്തെ ഖബറടക്കിയത്. അതിനുശേഷം താജ്മഹൽ പണിതതിന് ശേഷമാണ് ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസിലേക്ക് മാറ്റിയത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സങ്കടകരമായ ഒരു കാര്യം കാണുന്നത് അപ്പുറത്തെ യമുന നദിയാണ്. വളരെ പൊല്യൂട്ടഡ് ആയിട്ട് ആകെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. പക്ഷെ അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ അവിടെ ഒരു ഫൗണ്ടേഷൻ കാണുന്നില്ലേ, അതാണ് ബ്ലാക്ക് താജ്മഹൽ. ഇത് ഷാജഹാൻ ഇതിന് ശേഷം പണിയാൻ തുടങ്ങിയ ഒരു കൺസ്ട്രക്ഷനാണ്. അത് പൂർത്തീകരിച്ചിട്ടില്ല. അങ്ങ് ദൂരെ കാണുന്നതാണ് ആഗ്ര ഫോർട്ട്. നമസ്കാരത്തിന് മുൻപ് ഒതുവെടുക്കുന്ന സ്ഥലമാണത്. ഇതിന് ചുറ്റും 64 കിണറുകൾ പണിതിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ 64 വെൽസ് ഉണ്ട്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത യമുന നദി ആയതുകൊണ്ട് തന്നെ മഴക്കാലത്ത് പെയ്യുന്ന വെള്ളമൊക്കെ ഈ ടാങ്കുകളിൽ കളക്ട് ചെയ്ത് പിന്നീട് അത് യമുന നദിയിൽ വെള്ളം താഴുമ്പോൾ അതിലേക്ക് തന്നെ ഒഴുകി അല്ലെങ്കിൽ വലിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഈ കാണുന്ന ഒരു പില്ലറ് കാണുന്നുണ്ടോ, അത് ശരിക്കും ഒരു മുഴച്ചിരിക്കുന്ന പിന്നെ ഇങ്ങനെ പ്രൊട്രോഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പില്ലറായിട്ടല്ലേ നമുക്ക് കാണുന്നത്. പക്ഷെ അത് റിയാലിറ്റിയിൽ അത് പിന്നെ അങ്ങനെയല്ല. ഇതെല്ലാം ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണ്. ഇതാണ് അതിൻ്റെ ക്ലോസപ്പ് ഷോട്ട്.
ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് മറ്റുള്ള അടുത്തുള്ള വാൾസിനൊക്കെ ഫ്ലഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ മുഴച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു ഇല്യൂഷൻ നമുക്ക് ദൂരത്തുനിന്ന് മാത്രമേ കിട്ടുള്ളൂ. താജ്മഹലിന് ചുറ്റും വാൾസിൽ ഇൻലേ ചെയ്തിരിക്കുന്നത് വിശുദ്ധ ഖുറാനിൽ നിന്നും 22 ചാപ്റ്റേഴ്സിലെ വചനങ്ങളാണ്. മെയിൻ മൊസോളിയത്തിന്റെ ഉള്ളിൽ ഫോട്ടോസും വീഡിയോസും അലൗഡ് അല്ല. ഇതേ മൊസോളിയത്തിൽ തന്നെയാണ് ഷാജഹാന്റെയും ഖബർ അടക്കിയിരിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്ന ഈ 42 ഏക്കർ ഭൂമി ഡൊണേറ്റ് ചെയ്തത് രാജ ജയ്സിംഗ് 1 ആണ് ഷാജഹാന്. ഇതാണ് വെസ്റ്റേൺ സൈഡിലെ മെയിൻ എൻട്രൻസ്. ഇതുവഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് കടന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ മിനാരങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് ചെരിച്ചിട്ടാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ബേസ് സ്ട്രക്ചർ ആ പ്ലിന്തിൽ നിന്ന് പുറത്തേക്ക് ആണ് അതിൻ്റെ ഒരു ചെരിവുള്ളത്. കാരണം ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ അത് കൊളാപ്സ് ആവുകയാണെങ്കിൽ തന്നെ ടോംബിലേക്ക് വീഴാതിരിക്കാനായിരുന്നു ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ പോലെ തോന്നുന്നില്ലേ? ട്രയാങ്കിൾ തന്നെയാണ്. ഭാവിയിൽ എപ്പോഴെങ്കിലും ഇനിയും താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരു ഫുൾ മൂൺ നൈറ്റിൽ അത് കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഫുൾ മൂൺ നൈറ്റ്സ് റമദാൻ സമയത്തല്ലാത്ത ഫുൾ മൂൺ നൈറ്റ്സ് ഒക്കെ അവിടെ വിസിറ്റേഴ്സിന് അലൗഡ് ആണ്. ഞങ്ങൾ താജ്മഹലിന് ശേഷം ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടി പുറപ്പെട്ടു. ആയിരത്തി 1526 നടന്ന ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാണിപ്പറ്റിൻ്റെ ആണ് ആക്ച്വലി മുഗൾസ് ഇബ്രാഹിം ലോധിയിൽ നിന്നും ഈ ആഗ്രയിലെ ഈ ഫോർട്ട് കൈയടക്കുന്നത്. അന്ന് അതൊരു വെറും ഒരു ബ്രിക്സ് ഒക്കെ കൊണ്ടുള്ള ഒരു ഫോർട്ടായിരുന്നു. ആക്ച്വലി ഇത് അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ് അക്ബർ ഇന്നത്തെ നമ്മൾ കാണുന്ന ആഗ്ര ഫോർട്ട് റെഡ് സ്റ്റോൺസ് ഒക്കെ ഉപയോഗിച്ച് റീബിൽഡ് ചെയ്തത്. ഇത് ഏകദേശം 8 വർഷമെടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് 1565 1573 കാലഘട്ടങ്ങളിലാണ്. മുഗൾ ഡൈനാസ്റ്റി അവരുടെ ക്യാപിറ്റൽ ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് 1638 മാറ്റുന്നത് വരെ ഇവിടെയായിരുന്നു ഇവരുടെ മെയിൻ വാസസ്ഥലം. 4ാമത്തെ മുഗൾ രാജാവായ ജഹാംഗീറിൻ്റെ ബാത്തബാണിത്. ഇതിൻ്റെ ഹൈറ്റ് 5 അടിയും ഇതിൻ്റെ ഡയമീറ്റർ 8 അടിയുമാണ്. ഇത് ഒറ്റക്കല്ലിൽ തീർത്തതാണ്. പല മുഗൾ രാജാക്കന്മാർക്കും മുസ്ലിം ആൻഡ് ഹിന്ദു വൈഫ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഈ കൺസ്ട്രക്ഷൻസിലൊക്കെ ഒരു ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ വളരെയധികം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇതാണ് രാജാവിൻ്റെയും രാജ്ഞിയുടെയും മെയിൻ ബെഡ്റൂം. ഇത് പിന്നെ ബേസിക്കലി വലിയ കേർട്ടൻസ് ഒക്കെ ഇട്ട് മറച്ചിട്ടാണ് അവർ പ്രൈവസിക്ക് അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ വളരെ എന്താ പറയുക ഒരു പ്രൈവറ്റ് സ്പേസ് ആണ്. അങ്ങനെ എല്ലാവർക്കും എൻട്രി ഇല്ലാത്തൊരു സ്ഥലം തന്നെയായിരുന്നു. ഈ സ്ഥലത്തായിരുന്നു ഡാൻസും അതുപോലുള്ള എൻ്റർടൈൻമെൻ്റ് ഏരിയ. ഇവിടെയായിരുന്നു രാജാവിനുള്ള സ്ഥാനം, തൊട്ട് താഴെ രാജ്ഞിയും. ഇതിന് ചുറ്റുമുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ ഇവരെ ക്ഷണിച്ച വിശിഷ്ടാദികളാണ് ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഇരുന്നിരുന്നത്. ഇതായിരുന്നു അവരുടെ കിച്ചനും അതേപോലെ തന്നെ ഡൈനിങ് സ്പേസും. ഇതായിരുന്നു ഇവിടുത്തെ ലൈബ്രറി. ഇതിന് ചുറ്റും ബുക്കുകളൊക്കെ വെക്കുന്ന ഒരു ഷെൽഫ് പോലത്തെ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. മഴക്കാലത്ത് അകത്തളത്തിൽ വീഴുന്ന മഴവെള്ളമൊക്കെ ഇതുവഴിയാണ് ഡ്രെയിൻ ചെയ്ത് തൊട്ടടുത്തുള്ള യമുന നദിയിലേക്ക് തന്നെ പതിക്കുന്നത്.
ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ആണിത്. ഇവിടെ അവർക്ക് ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഷാജഹാന്റെ 4 പെൺമക്കളിൽ 2 പെൺമക്കളുടെ ബെഡ്റൂംസ് ആണ് ഇവിടെയുള്ളത്. ഈ കാണുന്നത് റോഷനാര എന്ന് പറഞ്ഞ മകളുടേതും അതേപോലെ തന്നെ ആ നടുക്കുള്ളത് ഷാജഹാന്റെയും മുംതാസിന്റെയും ബെഡ്റൂംസ് ആണ്. അതിൻ്റെ അപ്പുറത്തായിരുന്നു ജഹാനാരയുടെ ബെഡ്റൂം. ആഗ്ര ഫോർട്ടിന്റെ ഔട്ടർ സൈഡിൽ 2 ലെവൽ ഓഫ് സെക്യൂരിറ്റീസ് ആണ്. ആ കാണുന്ന ഭാഗത്ത് പിന്നെ വെള്ളമൊക്കെ നിറച്ച് അതിനകത്ത് നിറച്ച് ക്രോക്കഡൈൽസ് ആയിരിക്കും. രണ്ടാമത്തെ ലെയറിൽ പിന്നെ ടൈഗേഴ്സിനെ ആയിരുന്നു വെച്ചിരുന്നത്. ആ വാളിൽ ബ്രൈറ്റ് ആയിട്ട് കാണുന്നത് തിൻ പീസസ് ഓഫ് മാർബിളിലൂടെ ലൈറ്റ് കിടക്കുന്നതാണ്. ഇതായിരുന്നു ഷാജഹാന്റെയും മുംതാസിന്റെയും ബെഡ്റൂം. ഇതിന്റെ റൂഫിന്റെ മേലെന്നും അവിടുന്ന് ഹാങ് ചെയ്യുന്നത് ഷാൻഡ്ലിയേഴ്സ്, കത്തിക്കുന്ന ടൈപ്പ് ഷാൻഡ്ലിയേഴ്സ് ആയിരുന്നു അന്ന് യൂസ് ചെയ്തിരുന്നത്. ഇതൊക്കെ മുഴുവനും മാർബിളിലാണ് പണിതിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ ഗോൾഡ് കൊണ്ട് പല അലങ്കാരപ്പണികളും അന്നത്തെ കാലത്ത് ചെയ്തിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇതൊക്കെ അവർ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഷാജഹാന്റെയും മുംതാസിന്റെയും ബെഡ്റൂമിന്റെ മുൻപിൽ ഒരു കുളവും അതിൽ കുറേ ഫൗണ്ടൻസ് ഒക്കെ കാണാം. അതിൽ പണ്ടുകാലത്ത് റോസ് പെറ്റൽസ് ഒക്കെ നിറച്ച് അതിൻ്റെ എന്താ പറയുക ഫ്രേഗ്രൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കുന്ന ഒരു സ്ഥലമായിട്ടായിരുന്നു എന്നാണ് ഗൈഡ് പറഞ്ഞത്. കുളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മേലെ കാണുന്ന വാട്ടർ ടാങ്കിലേക്ക് വാട്ടർ വീൽസ് ഉപയോഗിച്ചിട്ടാണ് വെള്ളം നിറച്ചിരുന്നത്. ഈ കാണുന്ന ഈ കോപ്പർ പോലത്തെ ആ ഭാഗങ്ങളൊക്കെ പണ്ട് ശരിക്കും ഗോൾഡിൽ പൊതിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. അത് പിന്നീട് ബ്രിട്ടീഷുകാർ ലൂട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഷാജഹാനും അതേപോലെ തന്നെ മറ്റുള്ള മുഗൾ ചക്രവർത്തിമാർക്കും അൺഒഫീഷ്യലായിട്ട് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. അവര് താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇത്. ഇതാണ് ഇവിടുത്തെ ശീഷ് മഹൽ. ഇവിടെയായിരുന്നു റോയൽസ് കുളിച്ചിരുന്നത്. ഇത് ഇപ്പം പബ്ലിക് എൻട്രി ഇല്ല. ഇവിടെയായിരുന്നു ഷാജഹാനെ മകൻ ഔറംഗസേബ് അവസാനത്തെ ഒരു 8 വർഷം ഹൗസ് അറസ്റ്റിൽ പാർപ്പിച്ചിരുന്നത്. ഈ നടുക്ക് കാണുന്ന ഫൗണ്ടനില്ലേ, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. യമുനാ നദിയിൽ നിന്നും വാട്ടർ വേസിലൂടെ നിറച്ച് ആ ടാങ്കിൽ നിന്നും ഈ വഴിയിൽ കൂടെ അത് തുറന്നു വിടുമ്പം നല്ല ഫോഴ്സിൽ ഗ്രാവിറ്റിയിൽ വെള്ളം ഒഴുകി വന്ന് ഈ വഴി കൂടെ ഒഴുകി പിന്നെ അതൊരു ചെറിയ ഡക്റ്റിലൂടെ അക്രോസ് ദി ഫ്ലോർ അപ്പുറത്തെ ഫൗണ്ടൻ പോയി വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. മുഗൾ ചക്രവർത്തിമാർ പബ്ലിക് മീറ്റിങ്ങിന് ഇരിക്കുന്ന ഇരിപ്പിടമാണിത്. ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇത് തകർത്തതാണ്. ഇത് സ്വർണം അരച്ചു നോക്കിയെടുക്കുന്ന ബ്ലാക്ക് ഓണിക്സ് കൊണ്ടുണ്ടാക്കിയതാണ്. ആ കാണുന്ന ഭാഗത്തായിരുന്നു സമ്മർ ടൈംസിലെ മീറ്റിംഗ് എങ്കിൽ പുറത്ത് വെച്ച് ആയിരുന്നു വിന്റർ ടൈമിലെ ബാക്കിയുള്ള പൊതു മീറ്റിംഗ്സ്. ആ മുന്നിൽ കാണുന്ന വെളുത്ത ഡയസിലായിരുന്നു അവരുടെ അഡ്വൈസേഴ്സ് ഒക്കെ ഇരുന്നത്. ആ കാണുന്ന ഹോളില്ലേ, അത് പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാർ കാനൻ ബോൾ ഉപയോഗിച്ച് തകർത്തതാണ്. പണ്ടിതൊക്കെ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ തന്നെ കേർട്ടൻസ് ഇടാൻ വേണ്ടിയിട്ട് അന്നുണ്ടാക്കിയ സ്റ്റീൽ റിങ്സ് ഇപ്പോഴും നമുക്ക് അവിടെ തന്നെ കാണാം. ഈ ഭാഗമായിരുന്നു റോയൽ ഫാമിലിയുടെ ഷോപ്പിംഗ് സെന്റർ എന്ന് പറയുന്നത്. ഈ കാണുന്ന മേൽഭാഗത്തിരുന്ന് രാജാവും അതേപോലെ തന്നെ ഇപ്പുറത്തെ മറുഭാഗത്ത് മേൽഭാഗത്ത് രാജ്ഞിയും ഇരുന്ന് താഴ്ഭാഗത്തുള്ള കച്ചവടക്കാരെടുത്തുനിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഒരു സമ്പ്രദായമായിരുന്നു അന്ന്.
മുഗൾ ഭരണകാലത്ത് സിൽവർ കോയിൻസ് ഉണ്ടാക്കിയിരുന്ന സ്ഥലങ്ങളായിരുന്നു ഈ താഴെ കാണുന്നത്. ഇവിടുന്ന് താജ്മഹൽ അങ്ങ് ദൂരെ കാണുമ്പോൾ വളരെ അടുത്തായിട്ട് തോന്നും. പക്ഷെ അത് നമ്മൾ ഇൻ ബിറ്റ്വീനുള്ള യമുനാ നദി കാണാത്തത് കൊണ്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. ഇത് മുഗൾ രാജാക്കന്മാരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ് എന്ന് പറയാം. അവരുടെ പല ഓഫീസസ് ഒക്കെ ഈ മുറികളിലായിരുന്നു. ദർബാർ ഹാളാണിത്. ഇവിടെയാണ് രാജാവ് ഇരിക്കുക. അതിൻ്റെ താഴെ മന്ത്രിമാര്, അതേപോലെ തന്നെ ഇവിടെയായിരുന്നു VIP-കൾ ഇരിക്കുന്ന സ്ഥലം. ഇതിന് മുൻപിലായിട്ടായിരുന്നു അങ്ങകലെ പൊതുജനം ഇരിക്കുക, പബ്ലിക് ഇരിക്കുന്ന സ്ഥലവും. അതിൻ്റെ നമ്മൾ ആ മതിൽ കാണുന്നതിൻ്റെ മേലെയായിരുന്നു അവരുടെ പട്ടാളക്കാർ അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നിന്നിരുന്നത്. ആഗ്ര ഫോർട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഹൽദിറാംസ് നിന്ന് ഒരു ലഞ്ചും കഴിച്ച് ഫത്തേപൂർ സിക്രിയിലേക്ക് നീങ്ങി. ഏകദേശം 40 കിലോമീറ്ററാണ് ദൂരം. അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് പുള്ളിയുടെ ദിവാനെ ഖാസ്, അതായത് പ്രൈവറ്റ് മീറ്റിംഗ്സ് ഒക്കെ നടന്നിരുന്ന സ്ഥലമാണിത്. ഇവിടെ റൂഫിലൊരു സർക്കുലർ ഷേപ്പിന്റെ നടുഭാഗമുണ്ട്. അതേപോലെ തന്നെ അതിലേക്ക് എത്തുന്ന 4 വാക്ക് വേസും ഉണ്ട്. അക്ബർ ചക്രവർത്തി ഇതിന്റെ നടുക്കായിരുന്നു ഇരുന്നത്. അതേപോലെ തന്നെ മന്ത്രിമാര് ഒക്കെ ഇതിന്റെ മേൽഭാഗത്ത് ഇരിക്കും. താഴ്ഭാഗത്ത് സെക്യൂരിറ്റീസ് ഉണ്ടാവും, പക്ഷെ അവര് ഡെഫ് ആൻഡ് ഡംബ് ആൾക്കാരായിരിക്കും, ഇതൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി. ഇതൊരു ബോർഡ് ഗെയിമാണ്. കളം വരച്ചിരിക്കുന്നത് കാണാം. ആ ആൾക്കാർ കയറി നിൽക്കുന്ന ഒരു ഡയസിലാണ് അക്ബർ ചക്രവർത്തി ഇരിക്കുക. സ്ത്രീകളായിരുന്നു ഇതിൽ ഉപയോഗിച്ചിരുന്ന കരുക്കളെന്നാണ് പറയപ്പെടുന്നത്. അന്നത്തെ കാലങ്ങളിൽ റോയൽ ഫാമിലി അതേപോലെ അവരുടെ മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ മക്കൾ പഠിച്ചിരുന്ന സ്കൂളാണ് ഈ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ ശീഷ് മഹൽ. ഇത് പണ്ടുകാലങ്ങളിലെ ഡയമണ്ട്സും ഒരുപാട് ഗ്ലാസ് വർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ശീഷ് മഹൽ തന്നെയാണ്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതൊക്കെ ഡയമണ്ട്സും മറ്റു സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. ഇത് നോക്കിക്കഴിഞ്ഞെങ്കിൽ ഒരു വുഡ് വർക്ക് പോലെയാണ് തോന്നുന്നതെങ്കിലും അത് സ്റ്റോണിലുള്ള വർക്കാണ്. ആ കാലഘട്ടങ്ങളിൽ ഇതൊരു എന്റർടൈൻമെന്റ് ഏരിയ ആയിരുന്നു. ആ നടുക്കുള്ള ഭാഗത്തായിരുന്നു മ്യൂസീഷ്യൻസ്, അതായത് അന്നത്തെ കാലത്ത് താൻസൻ എന്നൊക്കെ പറയുന്ന മ്യൂസീഷ്യൻസ് ഇരുന്ന് പെർഫോം ചെയ്യുന്നത്. അതിൽ നടുക്കുള്ള കുളം ആക്ച്വലി സമ്മർ സമയത്ത് ഈ ഭാഗങ്ങളൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതായിരുന്നു. ഇതിന് ചുറ്റുമായിരുന്നു നമ്മൾ ഓഡിയൻസ് ഒക്കെ ഇരുന്നിട്ട് ഈ എന്റർടൈൻമെന്റ് എൻജോയ് ചെയ്തിരുന്നത്. ഇത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആയിരുന്നു. ഈ ഭാഗങ്ങളിലൊക്കെ പലതരം ഡിഷസ് ഒക്കെ വെച്ച് നമ്മളുടെ ഇന്നത്തെ കാലത്തെ ബുഫേ സിസ്റ്റം പോലെ വെച്ചിരുന്ന സ്ഥലങ്ങളാണിത്. ഇത് ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ വെച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇത് രാജാവിന്റെ ഒരു പ്രൈവറ്റ് സ്പേസ് ആയിരുന്നു. പുള്ളി റെസ്റ്റ് എടുത്തിരുന്ന സ്ഥലം, ബെഡ്റൂം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഇതിന്റെ ഈ ഭാഗത്ത് നിന്ന് ഓരോ ഭാര്യമാരുടെയും റൂമിലേക്ക് സെപ്പറേറ്റ് എൻട്രൻസസും അവരുടെ ഏരിയാസ് സെപ്പറേറ്റ് ആയിരുന്നു. അതായത് ഭാര്യമാര് എല്ലാവരും ഓരോ ഭാഗത്ത് സെപ്പറേറ്റ് ആയിരുന്നു അവർ താമസിച്ചിരുന്നത്. അക്ബർ ചക്രവർത്തിയുടെ പ്രിയ പത്നിയായിരുന്ന മറിയം സമാനിയുടെ കിച്ചനാണ് ആ കാണുന്നത്. മറിയം സമാനിന്റെ ജനനം ആക്ച്വലി രാജസ്ഥാനിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അക്ബർ ചക്രവർത്തി പുള്ളിക്കാരത്തിനോടുള്ള ഇഷ്ടം കാരണം
ഈ പാലസ് ഒക്കെ നമ്മളുടെ രാജസ്ഥാനിലുള്ള ഹവേലീസിന്റെ മാതൃകയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മറിയം ഉസ് സമാനിക്ക് 2 ബെഡ്റൂമാണ് ഉള്ളത്. ഒന്ന് ഈ കാണുന്നത്, ഇത് സമ്മർ ടൈമിൽ താമസിക്കുന്നതും, അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് വിന്റർ ടൈമിൽ താമസിക്കുന്ന പിന്നെ ബെഡ്റൂമായിരുന്നു. ഇത് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതും ഒരു ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് ഈ പാലസസ് പണിതിരിക്കുന്നത്. അന്നത്തെ കാലത്തും ഈ പാലസസ് പണിതപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക, സൺഷെയ്ഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് കോൺക്രീറ്റ് ഒക്കെ വെച്ച് ചെയ്യുന്നത് പോലെ അന്നത്തെ കാലത്ത് സ്റ്റോൺസ് വെച്ചിട്ടായിരുന്നു അത് ചെയ്തിരുന്നത്. സൂഫി സെയിന്റായ സലീം ചിഷ്ടിയാണ് ജഹാംഗീറിന്റെ ജനനം പ്രെഡിക്റ്റ് ചെയ്തത്. അങ്ങനെ മറിയം ഉസ് സമാനി 3ാമത്തെ മകനായ ജഹാംഗീറിന്റെ ജനനം കൊടുത്തത് സിക്രിയിൽ വെച്ചാണ്. സലീം ചിഷ്ടിയോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ ജമാ മസ്ജിദ് അക്ബർ ചക്രവർത്തി ആദ്യമായിട്ട് നിർമ്മിച്ചത്. മുൻപേ നമ്മൾ കണ്ട സിക്രി ഇതിന് ശേഷം നിർമ്മിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ആഗ്രയിലെ റൂമിലേക്ക് തിരിച്ചു ചെന്ന് രാത്രി കുറച്ചൊക്കെ നടന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തു.